ഒന്നുമില്ലെങ്കിൽ ഒരു അഹ്ലുബൈത്തല്ലേ? അഹ്ലുബൈത്തിനെ പറയുമ്പോഴൊക്കെ 100 നാവാണല്ലോ നിങ്ങൾക്ക്. അള്ളാഹുടെ റസൂലിന്റെ പേരക്കുട്ടിനല്ലേ നിങ്ങൾ പറയണത്? അത് അള്ളാഹുടെ റസൂലിന്റെ പേരക്കുട്ടിയാ. അത് പേരക്കുട്ടിയെ ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഈ വിഷയം നിർണായക ഘട്ട ടേണിംഗ് പോയിന്റാ. ഞാൻ കോഴിക്കോട് 1 മണിക്കൂർ കല്ലായി പാലത്തിന്റെ അവിടെ ഒരു ക്ലബിൽ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക. ഞാൻ 2 മിനിറ്റ് എനിക്ക് ഹാർമോണിയം തന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണിയം ഞാൻ പഠിക്കുകയും ചെയ്തു. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ്. ആറാമ മറ്റേ സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമില്ല. വേർത്തോൾ സിനിമയിൽ അഭിനയിച്ച് മുഹമ്മദ് റാബി സ്വർഗത്തിലുള്ളത്, പ്രേംനസീർ സ്വർഗത്തിലുള്ളത്. ഇല്ലാതെ നിങ്ങൾക്ക് പറയാൻ കഴിയോ? കൂടുതലായിട്ട് അതിൽ പെട്ടതല്ല എന്ന് പറയുന്നതിന് കൂടുതൽ ഉപോത്ബലമല്ലേ ഈ തങ്ങൾ സ്വീകരിക്കുന്ന സമീപനം? അപ്പൊ ഈ തങ്ങളാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ തങ്ങൾ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കണം. എങ്കിലേ ഞങ്ങൾ ഈ തങ്ങളായിട്ട് അംഗീകരിക്കൂ. അങ്ങനൊക്കെ പറ്റുമോ? ആദർശപരമായി എന്ത് ബന്ധാണ്? ആദർശ ബന്ധം ഈ അഹ്ലുബൈത്തിനോട് ഈ തങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയേ, ആദർശ ബന്ധമുണ്ടോ? മ്യൂസിക് ഉപകരണങ്ങൾ, അത് കേൾക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ജായിസാണ് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ അന്ത്യനാളിന്റെ മുമ്പ് വരുന്ന വിപത്തുകളാണെന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ആദർശബന്ധമുണ്ടോ? ഇല്ലാത്ത സംഭവം. അമ്പിയാക്കളെ നബിയുടെ നേരെ മോനല്ലേ, നൂഹ് നബിയുടെ നേരെ മോനല്ലേ ആര്? കൻആൻ ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ തന്നെ ഞങ്ങൾ പറയാ. നൂഹ് നബിയുടെ മോനെ പറ്റിയല്ലേ പറഞ്ഞത്? നൂഹ് നബിയുടെ മോൻ കൻആൻ ലഅനത്തുല്ലാഹി അലൈഹി. എന്തേ? അള്ളാഹ് പറഞ്ഞു ലൈസ മിൻ അഹ്ലിക്ക്, അത് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടല്ലേ നബിയെ, വിട്ടോളേ.